فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. صدق الله مولانا العظيم وصدق على رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم كل أمتي يدخلون الجنة إلا من أبى. قيل ومن يأبى يا رسول الله؟ صلى الله عليه وسلم من أطاعني دخل الجنة ومن عصاني فقد أبى. ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങൾ, അല്ലാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവന്റെ പൊരുത്തത്തിനായി സ്വീകരിക്കുമാറാവട്ടെ. അവന്റെ ഹബീബും ഖലീലുമായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൊരുത്തത്തിലാക്കുമാറാവട്ടെ. ഇരുത്തം ഇവിടെ വെച്ച് നാം ചെയ്യുന്ന എല്ലാ ഖാജാ തങ്ങളുടെ തിരുനോട്ടം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. കഴിഞ്ഞ വർഷവും ഇതുപോലെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. അന്ന് ഖാജാ തങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. നേരത്തെ ഹക്കീം മുസ്ലി പറഞ്ഞ പോലെ ഖാജാ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ കൊല്ലം നമ്മൾ സാധ്യമായത്. ചിലരൊക്കെ പോയിട്ടുണ്ടാവും ഈ ഒരു കൊല്ലത്തിന്റെ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ അവിടെ ഒന്ന് സിയാറത്ത് ചെയ്യണം. അങ്ങനെയാണല്ലോ മഹബത്ത് നമുക്കുണ്ടാവുമ്പോ ആ മഹബത്തുള്ള ആളുകളെ കാണാൻ വേണ്ടി നമ്മളങ്ങോട്ട് പോകും. നമ്മളെ കാണാൻ അവരിങ്ങോട്ടും വരും. ആചാരങ്ങൾ എന്തായാലും വരുന്നുണ്ടാവും. നമ്മൾ കാണുന്നില്ലെങ്കിലും അക്കൂട്ടത്തിലൊന്നും ഉൾപ്പെടുത്തുവാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ വിശ്വാസം. അവര് നമ്മെ കാണുന്നുണ്ടാവും, അവർ നമ്മുടെ അടുത്ത് വരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അവരടുത്തും പോകണം. നമുക്ക് അവരോട് മഹബത്ത് ഉണ്ടെങ്കിൽ എത്തിയിരിക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബത്ത് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ മഹബത്ത് നമ്മൾ ഇഖ്ലാസുള്ള മഹബത്താണെങ്കിൽ നമ്മൾ അവിടെ എത്തിയിരിക്കും. അല്ലാഹു നമ്മെ എത്തിക്കുമാറാവട്ടെ. എത്തുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും പോവും. നമ്മളെ സ്നേഹിതനടുത്ത് അല്ലെങ്കിൽ അത്രയും വലിയ സ്നേഹിതൻ നല്ല ഇഖ്ലാസുള്ള സ്നേഹമാണെങ്കിൽ നമ്മൾ സന്ദർശിച്ചിരിക്കും. അപ്പൊ ഖാജാ തങ്ങളോട് നമുക്ക് മഹബത്ത് വേണം, വേണ്ടേ? ഇന്ത്യക്കാരായ നമുക്ക് പ്രത്യേകിച്ച് ഖാജാ തങ്ങളെ ഒഴിവാക്കാൻ പറ്റുമോ? ആരെയും ഒഴിവാക്കാൻ പറ്റുമോ? അപ്പൊ ഖാജാ തങ്ങളെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. എന്നാണോ നമുക്കതിന്റെ ഒഴിവ് കിട്ടുന്നത് അല്ലാഹു എളുപ്പത്തിലാക്കി തരുന്നത്. നമ്മളവിടെ എത്തണം. ഇപ്പൊ ഈ റജബിന്റെ ആദ്യ സമയത്ത് 6-നായിരുന്നു അവിടുത്തെ ഉറൂസ്. അപ്പൊ നല്ല തണുപ്പുള്ളത് കൊണ്ട് ഞാൻ സത്യത്തിൽ പോകണമെന്ന് കരുതിയതാ. പക്ഷെ നല്ല തണുപ്പ്. പോയ ആളുകളൊക്കെ പറഞ്ഞ് ഭയങ്കര തണുപ്പാണ്. അപ്പൊ അതുകൊണ്ട് പോകാൻ പറ്റും. അപ്പൊ നല്ലൊരു സമയം നോക്കിയിട്ട് എല്ലാവരും അവിടെ എത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഖാജാ തങ്ങള് അതാഉർ റസൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദാനമാണ്. ഇന്ത്യയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയ ഒരു ദാനം, ഒരു സുഹൃതം. അതാണ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു നൽകിയതാണ്. അതുകൊണ്ട് അതാഉർ റസൂൽ എന്ന പേരിൽ അവർ അപരനാമത്തിൽ മഹാനവറുകൾ അറിയപ്പെടുന്നു. അജ്മീറിൽ എത്താൻ കാരണം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുടെ നാട് അവിടെ അല്ലല്ലോ, നമുക്കറിയാം. ഖുറാസാനിനടുത്ത് സഞ്ചർ. ഖുറാസാൻ എന്ന് പറഞ്ഞാല് ഇന്ന സ്ഥലത്തിന്റെ പേര് മഷ്ഹദ് എന്നാണ്. ഇന്ന സ്ഥലത്തിന്റെ പേര് എന്താണ്? മഷ്ഹദ്. അതായത് ഇറാനിലെ
ഇറാനികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മശ്ഹദ് എന്ന് പറയുന്നത്. ആ മശ്ഹദ് അടക്കമുള്ള ആ സ്ഥലമാണ് പഴയ ഖുറാസാൻ എന്ന് പറയുന്നത്. അതിനടുത്തുള്ള സഞ്ചർ എന്ന ഗ്രാമത്തിലായിരുന്നല്ലോ ഖാജ റളിയല്ലാഹു അൻഹു. ഹിജ്റ 530 അപ്പൊ ഖുറാസാനിലെ സഞ്ചറിലാണ് നാട്. അങ്ങനെ പിന്നെ എങ്ങനെ ഇന്ത്യയിലെത്തി? ഔലിയാക്കളൊക്കെ അങ്ങനെയാണ് പൊതുവെ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഔലിയാക്കന്മാർ അഫ്ഗാനികളുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നവർ ഒരുപാട് ധാരാളം ഉണ്ട്. അപ്പൊ നമ്മുടെ ചാപ്പരങ്ങാടി ഉപ്പാപ്പാന്റെ ഷെയ്ഖ് സെയ്ദ് ദാൽ തങ്ങൾ, അബിയൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സെയ്ദ് ദാൽ തങ്ങള് അഫ്ഗാനിയാണ്. അങ്ങനെ ഒരുപാടുണ്ട്. എണ്ണി പറയുകയാണെങ്കിൽ അഫ്ഗാനിൽ നിന്ന് വന്നവരുണ്ട്, കൂഫയിൽ നിന്ന് വന്നവരുണ്ട്, ബസറയിൽ നിന്ന് വന്നവരുണ്ടാവും, അറേബ്യൻ രാജ്യത്തിൽ നിന്ന് വന്നവരുണ്ട്, അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് വന്നവരുണ്ടാവും, പലയിടങ്ങളിൽ നിന്ന് വന്നവരുണ്ടാവും. പൊതുവെ അങ്ങനെയാണ് അവർ സഞ്ചരിക്കും. സഞ്ചാരം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗമാണ്. സൂഫിസത്തിന്റെ അല്ലെങ്കിൽ വിലായത്തിന്റെ അവർക്ക് ആ പദവി കിട്ടാനുള്ള ഒരു വഴി, അത് സഞ്ചാരം അതിന്റെ ഒരു വഴിയാണ്. സഞ്ചരിക്കണം, അങ്ങനെയാണല്ലോ പദവികൾ കിട്ടുക. വിശുദ്ധ ഖുർആൻ അക്കാര്യം നമ്മുടെ സൂറത്തുൽ കഹ്ഫ് ഇന്നലെ ഓതിയില്ല. എന്താണ് വിളിച്ചത്? ഇന്നലെ സൂറത്തുൽ കഹ്ഫ് പോയില്ല. അതിനൊക്കെ ഉണ്ടാ സംഭവം സഞ്ചാരം. അതേ പദവി കിട്ടാൻ വേണ്ടി, ഇൽമു പഠിക്കാൻ വേണ്ടി ഒക്കെ സഞ്ചാരം ആവശ്യം. അപ്പൊ അങ്ങനെ നമ്മുടെ ഖാജ തങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ദാനം നൽകിയത്. വളരെ ചെറുപ്പത്തില് 15-ാമത്തെ വയസ്സിൽ ഖാജ തങ്ങളുടെ പിതാവ് വഫാത്തായി. വഫാത്താവുന്ന സമയത്ത് വലിയ തോട്ടങ്ങൾ അനന്തരമായിട്ട് കിട്ടിയത്. അതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് ഖാജ തങ്ങള് അക്കാലഘട്ടത്തിൽ തന്റെ ചെറുപ്പത്തിൽ. അപ്പോഴാണ് യാദൃശ്ചികമായിട്ട് അവിടെ ഒരു സ്വാലിഹായ മനുഷ്യനെത്തിപ്പെടുന്നത്. സ്വാലിഹായ ഒരാള് ആ തോട്ടത്തിലേക്ക് കയറി വരികയാണ്. ഇബ്രാഹിം ഖദ്ദൂസി എന്ന പേരുള്ള ഇബ്രാഹിം ഖദ്ദൂസി എന്ന് പറയുന്ന ഒരു മഹാൻ അവിടെ കയറി വന്നു. കയറി വരുമ്പോ ഒരാളിങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ സ്വീകരിക്കണമല്ലോ. സ്വീകരിച്ചു. മഹാനവറുകൾ വിളിച്ചു വരുത്തി സ്വീകരിച്ചു. അപ്പൊ തോട്ടത്തിലേക്ക് വരുമ്പോ അവിടെ കൊടുക്കാനുള്ള ദിയാഫത്ത് എന്താണ് കൊടുത്തത്? നല്ലൊരു ഈത്തപ്പഴത്തിന്റെ കൊല തന്നെയും മുറിച്ചെടുത്തുകൊണ്ട് മഹാനവറുകളുടെ മുന്നിൽ വെച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ശേഷം ഈ വന്ന സ്വാലിഹായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു പൊക്കണ സഞ്ചിയുണ്ട്. ഒരു സഞ്ചി തൂക്കിപ്പിടിച്ചിട്ടാണ് സഞ്ചാരം. അങ്ങനെയാണല്ലോ മനുഷ്യന്മാര്, നല്ല മനുഷ്യന്മാരൊക്കെ സഞ്ചരിക്കുക. അവരുടെ കയ്യിലൊരു ചിലപ്പോ ഒരു ചെറിയ ഒരു വെള്ളം എടുക്കാനുള്ള ഒരു പാത്രം ഉണ്ടാവും, ഒരു പൊക്കണ സഞ്ചി ഉണ്ടാവും. അങ്ങനെയാണ് ഈ സൂഫിയാക്കളൊക്കെ ലോകം ചുറ്റി നടക്കാറുള്ളത്. അങ്ങനെ ഇബ്രാഹിം ഖദ്ദൂസി തങ്ങളുടെ ആ പൊക്കണ സഞ്ചിയിൽ നിന്ന് ഒരു കഷ്ണം റൊട്ടിയെടുത്തു. ആ റൊട്ടി എടുത്തിട്ട് ഇബ്രാഹിം ഖദ്ദൂസി തങ്ങൾ അത് ചവച്ചു. ചവച്ചത് ഖാജ തങ്ങൾ ഒരു 15 വയസ്സ് പ്രായമുള്ള അല്ലെങ്കിൽ ഒരു ആ പ്രായത്തിലുള്ള ഖാജ തങ്ങളുടെ കയ്യില് ആ ചവച്ച റൊട്ടി കൊടുത്തു. മഹാനവരോട് കഴിക്കാൻ പറഞ്ഞു. മഹാനവരോട് കഴിച്ചു. ആ കഴിച്ചതോടുകൂടിയാണ് ഫിഹാ തബദ്ദല മിൻകൽ കുല്ലു തലബൻ ഇലാ ഇഷ്ഖിൽ മറാതിബി ആലിയൽ ഹിമമി. ഓതിയ മൗലിദിലുണ്ട്. അപ്പൊ ഈ ചവച്ചത്, ഈ സ്വാലിഹായ മനുഷ്യൻ ചവച്ചത് കടിച്ചതേ ഉള്ളൂ. കഴിച്ചപ്പോഴേക്ക് മഹാന്റെ ഹാല് മാറി, അവസ്ഥ മാറി. ഇതുവരെ തോട്ടങ്ങൾ നോക്കി അതിനുള്ള വരുമാനങ്ങൾ എടുത്ത് അങ്ങനെ കുടുംബമൊക്കെ നോക്കിയിരുന്ന, ഉമ്മാനൊക്കെ നോക്കി നടന്നിരുന്ന പുലർക്കാലത്ത് തോട്ടത്തിലേക്ക് വന്നുകൊണ്ട് അതിന്റെ പരിപാലനങ്ങൾ നടത്തിയിരുന്ന ആജാത്തങ്ങൾ മൊയ്നുദ്ദീൻ ചിശ്തി ഈ സ്വാലിഹായ മനുഷ്യൻ കൊടുത്ത ഈ ചവച്ച റൊട്ടി കഴിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ അവസ്ഥ മാറി. പിന്നെ ചിന്തകളൊക്കെ മാറുകയാണ്. അവസ്ഥ മാറി, ചിന്തകൾ മാറി. പിന്നെ തോട്ടം ഫുഖറാക്കൾക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തു. അതിലെ വരുമാനമൊക്കെ മിസ്കീന്മാർക്ക് വേണ്ടി വഖഫ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് നാട് വിടാണ്. അത് സ്വാഭാവികമാണ്.
അപ്പൊ നമ്മൾ അതുകൊണ്ട് ഒരു സ്വാലിഹായ മനുഷ്യനുമായിട്ട് നമ്മളൊക്കെ നല്ലൊരു മനുഷ്യനോടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകില്ല. സ്വാലിഹ്യങ്ങളെ കാണാൻ പോയ ആൾക്കാരല്ലേ നമ്മളൊക്കെ എല്ലാവരും അങ്ങനെയാണ്. ആവണം. സ്വാലിഹായ മനുഷ്യനോട് കണ്ടാൽ കാണാൻ വേണ്ടി പോകും. ചിലപ്പോൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ദുആ മതിയാവും നമ്മുടെ ജീവിതത്തിൽ അതൊരു വഴിത്തിരിവാകും. നമ്മൾ ഇതുവരെ നടന്ന പാതയിൽ നിന്ന് നമ്മൾ മറ്റൊരു പാതയിലേക്ക് എത്തിപ്പെടും, ഒരു പക്ഷെ അവരുടെ ദുആ കൊണ്ട്. ഇനി ദുആ വേണ്ട, ഒരു പക്ഷെ അവരെ കണ്ടാൽ മതിയാവും. അവരൊരു നോട്ടം കൊണ്ട് തന്നെ നമ്മളെന്താവും മാറിപ്പോ. അവരിങ്ങോട്ട് നോക്കില്ല, ഒരു പക്ഷെ നമ്മൾ അവരെ കണ്ടാൽ തന്നെ നമ്മുടെ മാറ്റം വന്നേക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്ക്, ഒരു സംസാരം മതി നമ്മളുടെ ജീവിതത്തിന്റെ രീതി തന്നെ മാറ്റിയെടുക്കാൻ. അതുകൊണ്ടാണ് സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്. അത് ആരൊക്കെയാണ് സ്വാലിഹീങ്ങളായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചത്? നമ്മളെ പോലത്തെ ആളുകളൊന്നുമല്ല. വലിയ വലിയ ആളുകൾ തന്നെ സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കണമേ എന്ന് ദുആ ചെയ്തവരാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് മഹാന്മാരായ അമ്പിയാക്കന്മാർ. അമ്പിയാക്കന്മാർ ആരാണ്? മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതർ ആരാണ്? അമ്പിയാക്കന്മാരാ അല്ലെ? അവർ കഴിഞ്ഞല്ലേ മറ്റുള്ളവർക്കൊക്കെ സ്ഥാനമുള്ളൂ അല്ലേ? ആണോ? ഉറപ്പാണോ? അല്ലെ? ഏറ്റവും ഉന്നതരാണ് അമ്പിയാക്കന്മാര് എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായി തെരഞ്ഞെടുക്കുകയും അവന്റെ വഹി കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്തവരാണ്. അള്ളാഹുവിന്റെ സന്ദേശം കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്തവരാണ് അമ്പിയാക്കന്മാർ. ആ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഉന്നതരായ ചില ആളുകളുണ്ട്, ഉലുൽ അസ്മി എന്ന് പറയും അല്ലെ? അവരുടെ ഒക്കെയും നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരിൽ ഏറ്റവും ഉന്നതരായ ഈ അമ്പിയാക്കന്മാർ, നബിമാർ, ആ നബിമാർ തന്നെ അവർ തന്നെ ദുആ ചെയ്യാണ്, അല്ലാഹുവേ ഞങ്ങളെ നീ സ്വാലിഹീങ്ങളോട് കൂടെ ചേർക്കണമേ. സ്വാലിഹീങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ എത്തിക്കണം, അവരുടെ കൂട്ടത്തിലാവണം, അവരോടൊന്നിച്ച് ഞങ്ങളെ നീ വഫാത്താക്കണം. യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന ഉന്നതരായ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അവിടെ നിന്ന് ദുആ ചെയ്ത് സൂറത്ത് യൂസുഫിൽ കാണാമല്ലോ, റബ്ബിഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീഥി ഫാത്തിറസ് സമാവാതി വൽ അർദി അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, വലിയ സ്ഥാനങ്ങൾ എനിക്ക് നീ നൽകി, അധികാരങ്ങൾ, രാജ്യം ഭരിക്കാനുള്ള അധികാരം നൽകി, അതുപോലെ ഒരുപാട് ഇൽമ്, അറിവ് നൽകി. അതിൽ ഏറ്റവും വലിയ അറിവാണല്ലോ സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്നത്. ആ അറിവ് എനിക്ക് നീ നൽകി. അതുപോലെ വലിയ അറിവുകളൊക്കെ നീ എനിക്ക് നൽകി. സമാവാതി വൽ അർദി, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ നാഥാ, അന്ത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എന്റെ സഹായി. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് തവഫനി മുസ്ലിമൻ, മുസ്ലിമായിട്ട് നീ എന്നെ മരിപ്പിക്കണം. നമുക്കൊക്കെ എല്ലാവർക്കും എപ്പോഴും ദുആ ചെയ്യേണ്ടതാണ് എന്ത്? മുസ്ലിമായിട്ട് അല്ലേ? മുസ്ലിമായിട്ട് മരിക്കുക, ഈമാനോട് കൂടി മരിക്കുക. അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ പെടുത്തണം. മാതാപിതാക്കന്മാർ, ഭാര്യ, സന്താനങ്ങൾ, വേണ്ടപ്പെട്ടവർ, പേരക്കുട്ടികൾ, മരുമക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, പ്രസ്ഥാന ബന്ധുക്കൾ, പ്രവർത്തകർ, എല്ലാവരെയും ഈമാനോടുകൂടി അല്ലാഹു മരിപ്പിക്കണം. ഈമാനും ഇസ്ലാം ഒന്നും ഇല്ലെങ്കിൽ പിന്നെ മരിച്ചിട്ട് പിന്നെന്താണ്? അല്ലാഹു നമുക്ക് നൽകി ഏറ്റവും വലിയൊരു അനുഗ്രഹം നിങ്ങൾ നോക്കൂ, നമ്മളൊക്കെ മുസ്ലിങ്ങളായിട്ട് അല്ലാഹു അല്ലേ? ഇസ്ലാമിന്റെ തറവാട്ടിൽ മുസ്ലിങ്ങളായിട്ട് ജനിച്ചു എന്നുള്ളതിൽ അതിനേക്കാളും വലിയ എന്ത് മഹത്വമാണുള്ളത്? നമ്മൾ അല്ലായിരുന്നുവെങ്കിൽ ചിന്തിച്ചു നോക്കി, അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താകുമായിരുന്നു? വേറൊരു തറവാട്ടിലാണ് നമ്മൾ ജനിച്ചത്. ഒരിക്കലും ഈ സത്യം നമ്മളെ എത്താൻ സാധ്യതയില്ലെന്ന് വെച്ചാൽ തന്നെ നമ്മൾ അംഗീകരിച്ചോളുന്നില്ല. അപ്പൊ അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അൽഹംദുലില്ലാഹി അല്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. അതിനെപ്പോൾ നമ്മൾ ഹംദ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അൽഹംദുലില്ലാഹ്, അത് ഏറ്റവും വലിയ. അങ്ങനെ അത് മാത്രം പോലെ നമ്മൾ മുസ്ലിമായി കൊണ്ട് മരിക്കണം. അതാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. അവര് നബിയാണ്, വലിയ നബിയല്ല. അവർ ദുആ ചെയ്യാണ്, അല്ലാഹു എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ എന്ന്. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു. മരണം ആസന്നമായ സമയത്ത് മഹാനവറുകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വലിയ ബേജാറായിട്ട് കരയാണ്.
അപ്പോ ചുറ്റും കൂടിയ ആളുകൾ ചോദിച്ചു, നിങ്ങൾ വലിയ മഹാനല്ലയോ, എന്തിനാണ് കരയുന്നത്? അള്ളാഹു നിങ്ങളെ ഒരിക്കലും പരാജയപ്പെടുത്തില്ലല്ലോ. അപ്പൊ മഹാൻ പറഞ്ഞത്, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ മൂമിനായിട്ട് മുസ്ലിമായിട്ടാണ് മരിക്കുന്നത് എന്നുള്ള ഒരു വിവരം എനിക്ക് അള്ളാഹിന്റെ പക്കൽ നിന്ന് കിട്ടുകയാണെങ്കിൽ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ എത്ര വലിയ ദോഷിയാണെങ്കിലും അള്ളാഹു തആല എനിക്ക് പുറത്തു തരും. കാരണം എന്താണ്? മുസ്ലിമായിട്ട് മരിച്ചു മൂമിനായിട്ട് മരിച്ചാൽ എല്ലാ ദോഷവും പൊറുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂമിനായിട്ടാണ് ഞാൻ മരിക്കുക എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് കിട്ടണ്ടേ? അങ്ങനെ കിട്ടിയാൽ പിന്നെ എനിക്ക് ബേജാറൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? അത് കാരണം എത്ര വലിയ ആളുകളാണ്. അപ്പൊ മുസ്തവഫനി മുസ്ലിമ, എന്നെ മുസ്ലിമായിട്ട് നീ മരിപ്പിക്കണമേ, യൂസുഫ് നബി അലൈഹിസ്സലാമാണ് ദുആ ചെയ്തത്. ശേഷം പറയുന്നു, സാലിഹീങ്ങളൊപ്പം എന്നെ നീ ചേർക്കണം, ദുനിയാവിലും ആഖിറത്തിലും സാലിഹീങ്ങളോടൊപ്പം ചേർക്കണം. അള്ളാഹു നമ്മെ കൂടുതൽപ്പെടുത്തും. ഇത് ദുആ ചെയ്തത് യൂസുഫ് നബി അലൈഹിസ്സലാമാണ്. അപ്പൊ സാലിഹീങ്ങളോടൊപ്പം ചേരുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. സാലിഹീങ്ങളോടൊപ്പം ചേരുക എന്ന് പറഞ്ഞത് അത് നിസ്സാരപ്പെടുത്തണ്ട. അപ്പൊ അവരെ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം, അവരെ സന്ദർശിച്ചു കൊണ്ടിരിക്കണം, അവരുടെ മഹബത്ത് നാം പിടിച്ചു പറ്റണം. അതിനു വേണ്ട ക്രമങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം സാലിഹീങ്ങളുടെ കൂടെ. സാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളാണ്, ഔലിയാക്കൾ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളാണ്, അവന്റെ മുഖർറബീങ്ങളാണ്. അവന്റെ മുഖർറബീങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ അവസ്ഥകൾ മാറും. നമ്മളെപ്പോലെയല്ല, സാധാരണ മനുഷ്യരുടെ ഈ ഔസാഫുകള് വിശേഷണങ്ങളൊക്കെ മാറിയിട്ട് റബ്ബാനിയായ വിശേഷണങ്ങൾ അവരിലുണ്ട്. അങ്ങനത്തെ മഹത്തുക്കളാണ്. ഇത് യൂസുഫ് നബി അലൈഹിസ്സലാം മാത്രമല്ല, അബുൽ അംബിയ. ആരാണ് അബുൽ അംബിയ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അബുൽ അംബിയ, അംബിയാക്കന്മാരുടെ പിതാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ ഉന്നത പദവി അമ്പിയാക്കന്മാരുടെ കൂട്ടത്തില് അത്രത്തോളം പദവിയുള്ളത് മറ്റാരാണ്? അതിന്റെ പദവിയുള്ളവരാണല്ലേ. ഇബ്രാഹിം നബി എല്ലാവരും അംഗീകരിക്കുന്ന ആളാണ്. യഹൂദികളും അംഗീകരിക്കും, ക്രിസ്ത്യാനികളും അംഗീകരിക്കും, എല്ലാ മതക്കാരും അംഗീകരിക്കും അല്ലെ. ഇബ്രാഹിം നബി ബ്രാഹ്മണന്മാർ എന്ന് പറയുന്നത് തന്നെ ആരോ പറഞ്ഞിട്ടു, അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അതിൽ വന്നിട്ടാണ് അവർക്ക് ബ്രാഹ്മണൻ എന്നുണ്ടായത്. എല്ലാവരും അംഗീകരിക്കുന്ന നബിയാണ് ആര്? ഇബ്രാഹിം നബിന്റെ കാര്യത്തിൽ എന്താ നിങ്ങൾ തർക്കിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും ചോദിച്ചു. മാക്കാന ഇബ്രാഹിമും യഹൂദിയൻ വലാ നസ്രാനിയ്യൻ ലാകിൻ കാന ഹനീഫൻ മുസ്ലിമ. ഇബ്രാഹിം നബിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനു തർക്കിക്കണം? ഇബ്രാഹിം നബി യഹൂദിയല്ല, നസാറയല്ല, അതിനൊക്കെ മുമ്പ് വന്ന ആളാണ്. മൂസാ നബി വരുന്നതിന്റെയും ഈസാ നബി വരുന്നതിന്റെയും മുമ്പ് വന്ന ആളാണ് ഇബ്രാഹിം നബി. പക്ഷെ ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളാണെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും തർക്കിക്കാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ളത് ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് നമ്മോട് നമുക്ക് സലാം പറഞ്ഞയച്ച ആളുമാരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്മളോട് പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതും ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ പെട്ട ആളാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അബുൽ അംബിയ എന്ന് പറയുന്ന അത് മാത്രമാണോ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ ഖലീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഇബ്രാഹിം നബി ദുആ ചെയ്യാണ്. എന്താ ദുആ ചെയ്യുന്നത്? സാലിഹീങ്ങളോടൊത്ത് റബ്ബി ഹബ്ലി ഹുക്മൻ റബ്ബി ഹബ്ലി ഹുക്മൻ വഅഹ്ലിനി സൂറത്തുൽ ശുഅറയിൽ അല്ലാഹു പറയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ. റബ്ബി ഹബ്ലി ഹുക്മൻ, എനിക്ക് ഹിക്മത്ത് നൽകണം, അറിവ് നൽകണമേ അല്ലാഹുവേ, അറിവ് നൽകണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്യുക. പിന്നെ പറയുന്നതാണ് വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊത്തുകൊണ്ട് എന്നെ നീ ചേർക്കണമേ. അപ്പൊ ആദം നബി അലൈഹിസ്സലാം മുതലുള്ള എല്ലാ അമ്പിയാക്കന്മാരും ദുആ ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ചിലത് പറഞ്ഞിരുന്നല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, സാലിഹീങ്ങളോടൊപ്പം ചേർക്കണമേ എന്ന് അവർ ദുആ ചെയ്യാൻ നബിമാർ. അപ്പൊ നമ്മൾ ദുആ ചെയ്യണ്ടേ? നബിമാര് ദുആ ചെയ്യണം, സാലിഹീങ്ങളോടൊപ്പം ചേർക്കണം. നമ്മൾ ദുആ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ഇതിനുവേണ്ടി ശ്രമിക്കണം. സ്വാലിഹ്യങ്ങള് കൂടിയാലാണ് ഹാജാ തങ്ങൾ ആ സ്വാലിഹായ മനുഷ്യൻ വന്നുകൊണ്ട് തന്റെ വായിൽ വെച്ച ആ ഒരു സാധനം അങ്ങോട്ട് എടുത്തു കൊടുത്തപ്പോഴാണ് ഹാജാ തങ്ങളുടെ അവസ്ഥ മാറുന്നത്. അതിന്റെ മുമ്പ് ഒരു മുതലാളിയുടെ മകനായിരുന്നു.
സമ്പത്തുള്ള ആളായിരുന്നു. ആ സമ്പത്തൊക്കെ ഫുഖറാക്കൾക്ക് കൊടുത്തുകൊണ്ട് ദീനിന്റെ വഴിയിൽ ഇറങ്ങിത്തിരിക്കാൻ, അള്ളാന്റെ വഴിയിൽ അസ്സൈറു ഇലല്ലാഹ് എന്ന് പറയാം. അസ്സൈറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള നടത്തം, സഞ്ചാരം. എവിടുന്നാണ് നടക്കുന്നത്? മിനല്ലാഹി ഇലല്ലാഹി, ബില്ലാഹി മഅല്ലാഹി. അതിന് കേട്ടത് വേറെ വിഷയം. അപ്പൊ ആ സഞ്ചാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്ത പോലെ സാലിഹ്യങ്ങളോടൊപ്പം ചേർക്കണമേ. പിന്നെയും ഒരുപാട് ആളുകളുടെ സംഭവം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സാലിഹായ മനുഷ്യൻ തന്നെ വലിയ ബർക്കത്തുള്ള ആളോടെ നമ്മൾ പോണത്. നേരത്തെ പറഞ്ഞൊരു സാലിഹിനെ കാണാൻ പോകുന്നതാണ് അവരെ ബർക്കത്ത് തന്നെ അതൊരു ബർക്കത്താണല്ലോ അല്ലേ? തൊള്ളിയിൽ വെച്ചത് എടുത്തു കൊടുത്തപ്പോ അവസ്ഥ മാറിയെങ്കിൽ അതൊരു ബർക്കത്താണ്. ചിലപ്പോ അവർ കുടിച്ച ഒരു ചായയുടെ ബാക്കി നമുക്ക് കിട്ടിയാൽ മതിയാകും. നേരത്തെ പറഞ്ഞ പോലെ ഒരു നോട്ടം മതിയാകും. അത് ആ ബർക്കത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ദുനിയാവിലും കിട്ടും, ആഖിറത്തിലും കിട്ടും. മരണപ്പെട്ടു പോയ ആളുകളാണെങ്കിലും ശരി, ഒഫാത്തായി പോയി കിടക്കുമ്പോ ഖാജാത്തങ്ങള് ഒഫാത്തായി ആളല്ലേ, നമ്മളവിടെ പോയിട്ട് എന്താ കാര്യത്തിൽ വെക്കണ്ട, പറഞ്ഞാ മതി. ഇവിടുന്ന് പറഞ്ഞാലും മതി, ചിലപ്പോ കിട്ടും. അപ്പുറത്തെ പാപ്പ ഒഫാത്തായില്ലേ, വടവൂർ പാപ്പ ഒഫാത്തായില്ലേ, ആ ഉള്ളാൾ തങ്ങൾ പാപ്പ ഒഫാത്തായില്ലേ, മാലിക് തങ്ങൾ ഒഫാത്തായില്ലേ. ഒഫാത്തായവർക്ക് ജീവിച്ചിരിക്കുന്നതിനേക്കാളും കൂടുതൽ കഴിവാണെന്ന് ഈ നമ്മുടെ ഈ മുജാഹിദ് ജമാഅത്തുകളൊക്കെ അംഗീകരിക്കുന്ന ഒരു വലിയ പണ്ഡിതനാണ് ഇബ്നു ഖയ്യിം. ആര്? ഇബ്നു ഖയ്യിം എന്ന് പറയുന്ന ആൾ വലിയ പണ്ഡിതനാണ്. ആ ഇബ്നു ഖയ്യിമിന്റെ അർ-റൂഹ്, കിതാബുർ റൂഹ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബുർ റൂഹില് വഹാബികൾ അംഗീകരിക്കുന്ന ഇബ്നു ഖയ്യിം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മരിച്ചാലാണ് അവന്റെ കഴിവ് വർദ്ധിക്കുക. മരിച്ചാലാണ്, ഏതൊരാളാണെങ്കിലും ശരി, നമ്മളാവട്ടെ ആരാവട്ടെ, നമ്മുടെ ഇപ്പോഴുള്ള കഴിവിനേക്കാളും കൂടുതൽ വർദ്ധിക്കുക എപ്പോഴാണ്? മരിച്ചു കഴിഞ്ഞാലാണ്. അത് അവർ സമ്മതിക്കുന്നതാണ്. അപ്പോ അതുകൊണ്ട് വഫാത്തായി പോയവരാണെങ്കിലും സാലിഹ്യങ്ങളുമായി ബന്ധപ്പെടണം. അതാണ് ഖാജാ തങ്ങൾക്ക് സാലിഹിന്റെ ഒരു ബർക്കത്ത് കിട്ടിയപ്പോ ഖാജാ തങ്ങൾ പിന്നെ അവിടെ നിന്ന് പോയി യാത്ര പോവാണ്. ഇതെല്ലാം ഒഴിവാക്കിയിട്ട്, ദുന്യാവുമായുള്ള ബന്ധമൊക്കെ ഒഴിവാക്കിയിട്ട് യാത്ര പോയി. ഇസാമുദ്ദീൻ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു ബുഖാരിയിൽ ചെന്നുകൊണ്ട് കണ്ട് എല്ലാ അറിവുകളും സമ്പാദിച്ചു. ആ അറിവുകളൊക്കെ സമ്പാദിച്ച് തഫ്സീർ, ഫിഖ്ഹ് എല്ലാം സമ്പാദിച്ചതിന് ശേഷം പിന്നെ ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ പോയി പിന്നെ മഹാനവറുകൾക്ക് അള്ളാന്റെ വക്കൽ നിന്നുള്ള ഓർഡർ കിട്ടുകയാണ് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിനെ ഹാറൂൻ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ചു. തന്റെ ശൈഖാനാണ്. 20 കൊല്ലക്കാലം അവിടെ താമസിച്ചു. 20 കൊല്ലക്കാലം കഴിഞ്ഞപ്പോൾ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ മൂപ്പരെയും കൂട്ടി മക്കത്ത് പോയി. അവിടെ മക്കം സിയാറത്ത് ചെയ്തു, പിന്നെ മദീന സിയാറത്ത് ചെയ്തു. പിന്നീട് ബഗ്ദാദിൽ വന്നു. ബഗ്ദാദിൽ വന്ന ശേഷമാണ് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു എല്ലാ അധികാരങ്ങളും, ജിസ്തിയ ത്വരീഖത്തിന്റെ മുഴുവൻ അധികാരങ്ങളും ആർക്ക് കൊടുത്തത്? ഖാജാ തങ്ങൾക്ക് കൊടുത്തത്. അങ്ങനെ ഖാജാ തങ്ങൾ പിന്നെ ഒരുപാട് മഹത്തുക്കളെ കണ്ടു. ഒരുപാട് ഔലിയാക്കന്മാർ ലോകത്ത് മുഴുവൻ പല സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങി. എവിടെയൊക്കെയാണ് മഹാന്മാരുള്ളത്, വഫാത്തായവരും ജീവിച്ചിരിക്കുന്നവരും, അവിടെയൊക്കെ കറങ്ങിക്കൊണ്ട് മഹാന്മാരൊക്കെ കണ്ട് അവരുടെയൊക്കെ ബർക്കത്ത് നേടി. ഈ ഖാജാ തങ്ങളുടെ ബർക്കത്ത് അവരും നേടി. അങ്ങനെ ഒരുപാട് കറങ്ങിയ ശേഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകളെ വിളിച്ചു സിയാറത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ മക്കത്ത് ചെന്ന് ഉംറ നിർവഹിച്ചു. പിന്നെ മദീന മുനവ്വറയിൽ ചെന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു, ഇന്ത്യയിലേക്ക് പോകണം. ഇന്ത്യയിൽ അജ്മീർ എന്ന് പറഞ്ഞ സ്ഥലമാണ് നിങ്ങളുടെ സ്ഥലം, അവിടേക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ബഗ്ദാദിലൂടെ, ഇറാനിലൂടെ, പാകിസ്ഥാനിലൂടെ, അഫ്ഗാനിസ്ഥാനിലൂടെ, പാകിസ്ഥാനിലൂടെ ഒക്കെ സഞ്ചരിച്ചുകൊണ്ട് മഹാനവറുകള് ഇന്ത്യയിലെത്തി. അങ്ങനെ ഇന്ത്യയിൽ ഡൽഹിയിൽ ആദ്യം എത്തി. ഡൽഹിയിൽ ഒരു മഹാനായ ഒരു മഹാന്റെ മക്ബറിന്റെ ഇടയിൽ കൂടി ഒരുപാട് ആളുകൾ അവരെ കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നു. പിന്നെ അവിടെ നിന്ന് തന്റെ സ്ഥാനമായ അജ്മീറിലേക്ക് വന്നു. കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞില്ല. അങ്ങനെ അവിടെ ചെന്നിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ താമസിച്ചു. ആ മരത്തിന്റെ ചുവട്ടിലാണെങ്കിൽ അന്നത്തെ രാജാവായ പൃഥ്വിരാജയുടെ കുതിരയെ കെട്ടുന്ന സ്ഥലമായിരുന്നു. അവർ പറഞ്ഞു, ഇവിടുന്ന് പോകണം, ഞങ്ങളുടെ കുതിരക്കുള്ള സ്ഥലമാണ്. തങ്ങൾ അവർ പറഞ്ഞ കുതിര അവിടെ കിടന്നോട്ട് ഞങ്ങൾ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ട് അനാസാഗർ എന്ന് പറയുന്ന ഒരു തടാകമുണ്ട് അവിടെ. അനാസാഗർ പോയിട്ടുണ്ടല്ലോ അല്ലെ? അനാസാഗർ എന്ന് പറയുന്ന ആ തടാകത്തിന്റെ അടുത്ത് പോയിട്ടാണ് ഖാജാ തങ്ങൾ പിന്നെ തന്റെ ഒരു പന്തൽ കെട്ടിയിട്ട് തങ്ങളും തങ്ങളുടെ കൂടെയുള്ള ആളുകളും അവിടെ താമസിച്ചു. ആ അനാസാഗർ എന്ന് പറയുന്ന തടാകത്തിൽ നിന്ന് ഒതു കൊടുത്തു കുളിക്കുകയൊക്കെ ആയപ്പോ അവിടെ ഉണ്ടായിരുന്ന സമൂഹം, ഈ ബിംബത്തിനെ ആരാധിക്കുന്നവർ അതിനെ തടഞ്ഞു. പാടില്ല, അവിടുത്തെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല.
അങ്ങനെ ഖാജാ തങ്ങള് തന്റെ ഒരു ഭൃത്യനോട് പറഞ്ഞു, ഒരു കുടം കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ പോയിട്ട് വെള്ളം മുക്ക് എന്ന് പറഞ്ഞു. ആ ഒരു കുടത്തിൽ വെള്ളം മുക്കിയപ്പോ അനാസാഗർ മുഴുവൻ വറ്റിപ്പോയി. അങ്ങനെ അവര് ഖാജാ തങ്ങളെ അടുക്കൽ വന്നുകൊണ്ട് കേട് പറഞ്ഞപ്പോൾ ഖാജാ തങ്ങള് പറഞ്ഞു ആ കുടത്തിലെ വെള്ളം അങ്ങോട്ട് പോയി ഒഴിക്കാൻ വേണ്ടി. ഒഴിച്ചതോടുകൂടി വീണ്ടും അവിടെ വെള്ളം സാധാരണ പോലെ വന്നു. അപ്പോഴേക്ക് മലിക് രാജാവിന്റെ പൃഥ്വിരാജയുടെ കുതിരകള് അവിടെ തന്നെ കിടക്കാണ്. ഖാജാ തങ്ങൾ എന്താ പറഞ്ഞത്, അതവിടെ കിടക്കട്ടെ, ഞങ്ങൾ പോവാന്നാണല്ലോ. കിടന്നത് എഴുന്നേൽക്കണില്ല. അങ്ങനെ പൃഥ്വിരാജന്റെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, കാല് പിടിച്ചു. തങ്ങൾ പറഞ്ഞു എഴുന്നേറ്റ് പോയിക്കോട്ടെ. ഈ സംഭവങ്ങളൊക്കെ ആയപ്പോ അവർക്ക് പേടിയായി, ഇനി എന്ത് ചെയ്യും? അങ്ങനെയാണ് അവിടുത്തെ ഏറ്റവും വലിയ സാഹിറന്മാരായ ഷാദി ദൈവിനെ വിളിക്കുന്നത്. ഷാദി ദൈവ് കൂട്ടരും സിഹർ ചെയ്യാൻ വേണ്ടി ഖാജാ തങ്ങളുടെ മുന്നിൽ വന്നപ്പോ ഖാജാ തങ്ങൾ ഒരൊറ്റ നോട്ടം, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു നോട്ടം ഈ ഷാദി ദൈവിനെ നോക്കിയതോടുകൂടി ഷാദി ദൈവിന്റെ ശരീരത്തിലുണ്ടായിരുന്ന എല്ലാ ശൈത്താന്മാരും പറന്നുപോയി. അങ്ങനെ അദ്ദേഹത്തിന് മനമാറ്റം വന്നു. ഖാജാ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് വീണു. അങ്ങനെ ഈ ഷാദി ദൈവം വിളിച്ചുകൊണ്ടുപോയി തന്റെ ശിഷ്യന്മാരൊക്കെ ഷാദി ദൈവിനെ എറിയാൻ തുടങ്ങി. കല്ലെടുത്ത ഇതിനാണോ ഞങ്ങളെ കൊണ്ടുവന്നത് എന്ന്. പക്ഷെ അദ്ദേഹം മുസ്ലിമായി. ദൈവവും സഅദി ബിനദരിൻ മിൻകുമു അൽമദദ് യാ ശൈഖ അജ്മീരിൻ മുഈനദ്ദീനി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷാദി ദൈവവും സഅദി. ആ ഷാദി ദൈവ് എന്ന ആള് പിന്നെ സഅദി എന്ന് പേരായി. ഖാജാ തങ്ങൾ കൊടുത്ത പേരെന്താണ്? സഅദി എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. അങ്ങനെ അദ്ദേഹവും മുസ്ലിം ആയപ്പോ പിന്നെ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? ഒരു രക്ഷയില്ല. അവർക്ക് അവരുടെ വിദ്വേഷങ്ങളൊക്കെ നല്ലോണം ഉള്ളിലുണ്ട്. എന്ത് ചെയ്യണമെന്ന് അവർ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ അവരുടെ ഒരാളും ഖാജാ തങ്ങൾ ഒരാളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി. ഖാജാ തങ്ങളുടെ ആൾക്കെതിരെ രാജാവ് വിധി പറയാൻ പോകുമ്പോ ഖാജാ തങ്ങൾ ആളെ പറഞ്ഞയച്ചു, ഇവന്റെ പക്കത്തെ മുസ്ലിമിന്റെ പക്ഷത്താണ് സത്യമുള്ളത്, അവനക്കെതിരെ തീരുമാനമെടുക്കരുത് എന്ന്. അപ്പൊ രാജാവിന് കൂടുതൽ വിദ്വേഷം വന്നു. രാജാവ് ആലോചിച്ചു എന്താ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഒരു ജയ്ഫാൽ ജോക്കി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു സാഹിർ ഉണ്ടായിരുന്നു, ഒരു അഭിജാത്യം ചെയ്യുന്ന ആൾ. അയാൾ മരുഭൂമിയിലാണ്. അയാളെ വിളിച്ചു വരുത്തി. അയാൾ പറഞ്ഞു, ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് തരും, നിങ്ങൾക്ക് എന്താ ആവശ്യമൊക്കെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റവും വലിയ സാഹിർ മഹാനവരുടെ അടുക്കലേക്ക് വരികയാണ്. കുറെ കയറും പടിയുമായിട്ട് വന്നിട്ട് അത് മഹാനവരുടെ മുന്നിൽ ഇട്ടിട്ട് പാമ്പാക്കിക്കൊള്ളാം. അതിന്റെ മുമ്പേ ഖാജാ തങ്ങൾ ഒരു വര വരച്ചിരുന്നു. തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതിന്റെ അപ്പുറത്തേക്ക് പോവണ്ട, ഈ വട്ടത്തിൽ നിങ്ങൾ നിന്നാ മതിയെന്ന്. അപ്പൊ പാമ്പും തേളും ഒക്കെ ഇങ്ങോട്ട് വരുമ്പോ അത് ഈ വരക്കപ്പുറം കിടക്കുന്നില്ല, അവിടെ വെച്ച് അത് ചത്തുപോവുകയാണ്. അങ്ങനെ അദ്ദേഹം അവസാനം പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവനോട് കൂടി ഇരിക്കാൻ പറ്റൂല എന്ന് ഖാജാ തങ്ങളെ ഭീഷണിപ്പെടുത്തി. ഈ ഖാജാ തങ്ങൾ പറഞ്ഞാ ചെയ്തോട്, എന്തിനാ താമസിക്കുന്ന, ഇപ്പൊ തന്നെ ചെയ്തോട്, ജീവനോട് ഇരിക്കാൻ പറ്റൂല എന്നല്ലേ, ഞങ്ങൾ അങ്ങനെ കൊന്നേക്കുന്ന, നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ കഴിയാലോ, ഇപ്പൊ തന്നെ ചെയ്തോവാം. അങ്ങനെ അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മൃഗത്തിന്റെ തോല് വിരിച്ചിട്ട് ആ തോലിലൂടെ അദ്ദേഹം മുകളിലേക്ക് പോവുകയാണ്. ജയ്ഫാൽ ജോക്കി എന്ന് പറഞ്ഞാല് മുകളിലേക്ക് ഉയരാണ്. അല്ല കണ്ണിൽ നിന്ന് പറഞ്ഞപ്പോ ഖാജാ തങ്ങൾ തന്റെ മെതടി എടുത്തുകൊണ്ട് ഏറുകൂടി അദ്ദേഹം വീണു. വീണതോടുകൂടി അദ്ദേഹത്തിന്റെ അവസ്ഥയും മാറി. അദ്ദേഹം ഖാജാ തങ്ങൾ എടുക്കുന്നത് കൊണ്ട് അദ്ദേഹം മുസ്ലിമായി. അബ്ദുള്ള എന്ന പേര് അബ്ദുല്ലാഹി ബയാബാനി എന്നാ പറയാ. അബ്ദുള്ള അപ്പൊ അങ്ങനെ ആണ് അജ്മീർ ചെയ്തത്. പിന്നെയാണ് ഖാജാ തങ്ങള് സുൽത്താൻ ഷിഹാബുദ്ദീൻ ഊരിക്ക് വിവരം കൊടുത്തു, ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വന്ന് ഇയാളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി. അങ്ങനെ വന്നു, യുദ്ധം ചെയ്തു, അതിൽ പരാജയപ്പെട്ടു. പൃഥ്വിരാജയെ പിടികൂടി അറസ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് ഇന്ത്യയിലെ ഇസ്ലാമിക രാജ്യം വരുന്നത്. നമുക്കിന്ന് ഖാജാ തങ്ങളെ ഏറ്റവും ആവശ്യമുള്ള ഒരു സമയമാണ്. ഏകദേശം 800 വർഷക്കാലം മുസ്ലിമീങ്ങൾ ഭരിച്ച ഇന്ത്യയാണ്. അവിടെ ഇനി ഭാവി എന്തായിരിക്കും നമ്മളൊക്കെ മനസ്സിലാക്കിയ പോലെ വളരെ വിഷമമാണ് മുസ്ലിം സമൂഹത്തിന് ജീവിച്ചു പോരാൻ. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. അതുകൊണ്ട് ഖാജാ തങ്ങളുമായി നമ്മൾ എപ്പോഴും ബന്ധപ്പെട്ട് ജീവിക്കുകയും അവിടത്തോട് നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്യാം. സുൽത്താനാണല്ലോ, ആര് ഭരിച്ചാലും ശരി, എത്ര വിദേശിയാണെങ്കിലും ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരിക്ക്
അജ്മീറിൽ പോവാതിരിക്കാൻ പറ്റൂല. അജ്മീറിൽ വർഷത്തിൽ ഒരു പട്ട് കൊണ്ടുപോയി വിരിക്കാതെ അവരുടെ അധികാര സ്ഥാനത്തിൽ ഇരിക്കാൻ പറ്റൂല. അതാണ് സുൽത്താൻ എന്ന് പറയുന്നത്. അതായത് അവരെക്കാളും വലിയ അവരെയൊക്കെ നിയന്ത്രിക്കുന്ന സുൽത്താനാണ് ഖാജാത്തങ്ങൾ. ഖാജാത്തങ്ങളെ ബന്ധപ്പെടാതെ കണ്ട് ഒരു പ്രധാനമന്ത്രിക്കും ആർക്കും ഇരിക്കാൻ കഴിയില്ല. അതാണ് ഖാജാത്തങ്ങൾ. അതുകൊണ്ട് നാം അവിടെ നമ്മുടെ സങ്കടങ്ങൾ പറയാൻ എന്നും എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഇന്ത്യയുടെ സുൽത്താനാണ് നമ്മുടെ ഹാജാത്തങ്ങൾ. അതുകൊണ്ട് എല്ലാവരും ഹാജാത്തങ്ങളെ ഓർക്കുകയും അവിടെ മദ്ഹ് പറയുകയും ചെയ്യും. ഏറ്റവും ചുരുങ്ങിയത് എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു ദിനം ഒരു ഫാത്തിഹ എങ്കിലും ഹാജാത്തങ്ങളുടെ പേരിൽ ഹാജാത്തങ്ങളുടെ പേരിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാത്തിഹ ഉണ്ട്. അത് ഹാജാത്തങ്ങളുടെ അടുക്കൽ അത് മതി നമുക്കൊരു പക്ഷെ രക്ഷപ്പെടാൻ.